ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ EVS സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്. ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഈ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 കണ്ടതിന് ശേഷം എല്ലാവരും പാർട്ട് 2 കാണുക. ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പാഠം ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പേജിൽ തന്നെ എന്താ കാണുന്നത്? വളരെ മനോഹരമായിട്ടുള്ള ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഒരു കുളമുണ്ട്, കുളത്തിന്റെ സൈഡിലായിട്ട് ഒരു മരം, മരത്തിൽ അണ്ണാനുണ്ട്, അതുപോലെ കുറച്ച് പക്ഷികളൊക്കെ പറക്കുന്നു. കുളത്തിൽ ആരൊക്കെ ഉള്ളത്? തവള, മീന്, അതുപോലെ താമരയൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. Why don't you come down and play with me? Asked the fish, looking up at the squirrel on the tree. Oh, on hearing this, the frog laughed and teased. Aha! Imagine the squirrel's condition if he get into the water. അപ്പോൾ ഇവിടെ ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത്? അണ്ണാനും മത്സ്യം, അതായത് നമ്മുടെ ഫിഷ് അല്ലേ, മീനും അതേപോലെ തവളയും തമ്മിലാണ് സംസാരിക്കുന്നത്. ഇവർ 3 പേരും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്ക്യൂരൽ എന്ന് വെച്ചാൽ അണ്ണാനാണ്. അണ്ണാനോട് എന്താ പറയണത്? നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ? എങ്ങോട്ട്? താഴെ വന്നിട്ട്, അതായത് നമ്മുടെ കുളത്തിൽ വന്ന് കളിക്കാൻ പറയാണ് അല്ലേ? അണ്ണാനോട് ആരാ പറയണത്? ഫിഷ് പറയാണ്. അപ്പൊ അണ്ണാന് കുളത്തിൽ ഇറങ്ങാൻ പറ്റുമോ? സ്ക്യൂരലിന് കുളത്തിൽ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലെ? നമുക്ക് അറിയണതല്ലേ? ഇല്ല. എന്നാൽ അതേസമയം നമ്മുടെ ഫിഷിന് മരത്തിൽ കയറാൻ പറ്റുമോ? അതും പറ്റില്ല അല്ലെ? അപ്പൊ ചില ജീവികൾ എന്ത് ചെയ്യും? കരയിൽ ജീവിക്കുന്നതാണ്. ചില ജീവികൾ എങ്ങനെയാണ്? കുറെ ജീവികൾ വെള്ളത്തിൽ ജീവിക്കുന്നതുണ്ട്. രണ്ടിലും കൂടി, കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന ജീവികളും ഉണ്ട് അല്ലെ? അപ്പൊ അവയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത്തരം ഏതൊക്കെ ജീവികളാണ് അങ്ങനെയുള്ളതെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് കേട്ടപ്പോ, അതായത് നമ്മുടെ മീന്, ഫിഷ് സ്ക്യൂരലിനെ താഴെ കുളത്തിലേക്ക് കളിക്കാൻ വിളിക്കുന്നത് കേട്ടപ്പോ നമ്മുടെ തവള, ഫ്രോഗ് കളിയാക്കിയിട്ട് പറയാണ് അല്ലെ, അയ്യോ വെള്ളത്തിൽ ഇറങ്ങിയ അണ്ണാന്റെ, സ്ക്യൂരലിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചോദിക്കുകയാണ്. അപ്പൊ ഇതിന് എന്താണ് അണ്ണാൻ നോക്കുക? സ്ക്യൂരൽ എന്താ മറുപടി കൊടുത്തത്? The squirrel was not ready to give in. He hit back. Can you climb a tree and jump along its branches like I do? The frog said, who can dive and turn in water like the fish? Can a fish live or move on land? അപ്പൊ അണ്ണാൻ എന്താ പറയുന്നത്? തവള പറഞ്ഞത് കേട്ടപ്പോ അണ്ണാൻ എന്താ ചോദിക്കുന്നത്? എന്താണ്? എന്നെ പോലെ, അതായത് can you climb a tree and jump along its branches like I do? എന്നെ പോലെ എന്ത് ചെയ്യാൻ? മരത്തിൽ ഓടിക്കയറാനും അതുപോലെ ബ്രാഞ്ചസ് ചില്ലകളിൽ ചാടി കളിക്കാനൊക്കെ നിനക്കാവോ എന്ന് ചോദിക്കുകയാണ്. തവള എന്താ പറയണത്? ഫ്രോഗ് എന്താ പറയണത്? ഹു ക്യാൻ ഡൈവ് ആൻഡ് ടേൺ ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്. വെള്ളത്തില് ഡൈവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മീനുകളൊക്കെ നീന്തുന്നത് കണ്ടിട്ടില്ലേ? ഊളിയിടുക എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പൊ വെള്ളത്തിലൂടെ ഇങ്ങനെ ഡൈവ് ചെയ്യാൻ, നീന്താനും തിരിയാനൊക്കെ മീനുകളെ പോലെ ആർക്കാണ് കഴിയുക എന്ന് ചോദിക്കുന്നുണ്ട്. തവളയാണ് പറയണത്. ക്യാൻ എ ഫിഷ് ലീവ് or move on land? അതായത് ഫിഷിന് കരയിൽ ജീവിക്കാനും അതുപോലെ കരയിൽ ജീവിക്കുവാനും സഞ്ചരിക്കാനും കഴിയുമോ? അതായത് നമ്മുടെ മീനിനെ പിടിച്ച് കരയിൽ ഇട്ട് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കര എന്ന് വെച്ചാൽ ലാൻഡ് അല്ലെ, ലാൻഡ്, വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ മീന് ജീവിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ? കുറച്ചു നേരമൊക്കെ പെടയും, അതിനുശേഷം അത് എന്ത് ചെയ്യും? അതിന് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു കുട്ടി നോക്കിയേ, ഒരു അക്വരത്തിലുള്ള മീനിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. Have you observed a fish? Draw the picture of a fish. What are the special features? അപ്പൊ നിങ്ങൾ മീനിനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? മീനിനെ നോക്കിയിട്ടുണ്ടോ? ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ എല്ലാവരും മീനിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഏതെങ്കിലുമൊക്കെ മീനുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഒരു മീനിന്റെ ചിത്രം, അതായത് ഒരു ഫിഷിന്റെ ചിത്രം വരയ്ക്കാനാണ് പറയണത്, ഡ്രോ ചെയ്യാനാണ് പറയണത്. അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും കൂടിയാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നോക്കി നമ്മളൊരു ഫിഷിനെ വരച്ചിട്ടുണ്ട്. അതിന്റെ പാർട്സ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഐസ്, മൗത്ത്, ഗിൽസ്, ഫിൻസ്, സ്കെയിൽസ്, ടെയിൽ. ഇതൊക്കെയാണ് എന്താ? ഒരു മീനിന്റെ ഭാഗങ്ങൾ, പാർട്സ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പേജ് നോക്കിയേ. എക്സാമിൻ ദ പിക്ചർ ഗിവൻ ബിലോ കെയർഫുള്ളി. ഈ തന്ന ചിത്രങ്ങൾ, താഴെ തന്ന 3 ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നോട്ടീസ് ദ ഷേപ്പ്, അതായത് ഫിഷിന്റെ ഷേപ്പ് എങ്ങനെയാണ് നോക്കിക്കേ. ഒരു തോണിയുടെ, ഇവിടെ തന്നിരിക്കുന്ന ചിത്രം തോണിയാണ്. തോണിയുടെ പോലെയല്ലേ? നോക്കൂ. ഡു ദേ ഹാവ് എ ഷേപ്പ് ദാറ്റ് ഹെൽപ് ദം മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ? The boat
like shape with both ends pointed enables the fish to move through water. The fins also help the fish to swim in water. അപ്പൊ ചിത്രം കണ്ടില്ലേ? അപ്പൊ എന്താ ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലായത്? മീനിന്റെ ഷേപ്പിനെ കുറിച്ചാണ്, ആകൃതി അല്ലെ, അതിന്റെ ഷേപ്പിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ do they have a shape that help them move swiftly in water? അതായത് വെള്ളത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഷേപ്പ് തന്നെയല്ലേ ഫിഷിനുള്ളത്? അതായത് ഈ ഷേപ്പ് വെള്ളത്തിൽ വേഗത്തിൽ പോകാൻ അതിന് സഹായിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ the boat like shape with both ends pointed enable the fish to move through water. അതിന്റെ ആകൃതി എങ്ങനെയാണ്? ഫിഷിന്റെ ആകൃതി എങ്ങനെ, ഷേപ്പ് എങ്ങനെയാണ്? ബോട്ട് പോലെ, അതായത് ബോട്ടിന്റെ തോണിയുടേതുപോലെ അല്ലെ, ബോട്ട് അല്ലെങ്കിൽ തോണിയുടേതുപോലെ രണ്ട് സൈഡും കൂർത്തിട്ടാണ്, അതായത് പോയിന്റ് ചെയ്യാൻ പറഞ്ഞ കൂർത്ത ശരീരാകൃതിയാണ് നമ്മുടെ ഫിഷിനുള്ളത് അല്ലെ. അത് എന്തിനു സഹായിക്കുന്നു? വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായമാണ് എന്ത്? ഫിഷിന്റെ ഈ ഷേപ്പ്. അതേപോലെ the fins also help the fish to swim in water. അതിന്റെ ചിറകുകൾ എങ്ങനെയാണ്? വെള്ളത്തിൽ തുഴയുന്നതിനും നീന്തുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ചിറകുകളാണ് മീനിനുള്ളത്. ഇതാണ് അല്ലെ, ഇതാണോ ഫിൻസ്? അപ്പൊ അതിനെന്ത് സഹായിക്കുന്നു? വെള്ളത്തിലൂടെ ഈ ഫിൻസ് എന്തിനു സഹായമാണ്? ഈ ഫിഷിന് വെള്ളത്തിലൂടെ തുഴയുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ചിറകുകളാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫിഷിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയണത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഈ ബോക്സിൽ തന്നിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്? എന്താണ് അഡാപ്റ്റേഷൻ? നമുക്ക് നോക്കാം. An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അഡാപ്റ്റേഷൻ എന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താ അഡാപ്റ്റേഷൻ നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. അതിനുശേഷം നമ്മൾ പല ജീവികളുടെയും അഡാപ്റ്റേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് അഡാപ്റ്റേഷൻ എന്നുള്ള ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. എന്താണ് അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ, an organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. അതെന്ന് വെച്ചാൽ ഒരു ജീവിക്ക്, ഏതൊരു ജീവിക്കാണെങ്കിലും അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ, പെക്യുലാരിറ്റീസ് എന്ന് വെച്ചാൽ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് വെച്ചാൽ വാസസ്ഥലം, അത് എവിടെയാണോ താമസിക്കുന്നത്. ഇപ്പൊ ഫിഷിനാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ ഇപ്പൊ കുളത്തിലുള്ള ഒരു ഫിഷ് ആണെങ്കിൽ കുളമാണ് അതിന്റെ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന് സഹായം, അതാണ് വാസസ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ബനിയൻ ട്രീയിൽ, അതായത് നമ്മുടെ ആൽമരത്തിൽ താമസിക്കുന്ന ഒരു ബേർഡ് ആണെങ്കിൽ ആ ബേർഡിന്റെ dwelling place എന്ന് പറയുന്നത് ആ ബനിയൻ ട്രീ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വാസസ്ഥലത്ത് ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള കുറെ സവിശേഷതകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഫിഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫിഷിന്റെ ഫിൻസും അതേപോലെ തന്നെ അതിന്റെ ഷേപ്പ് ഒക്കെ എങ്ങനെയാണ്? ആ വെള്ളമാണ് അതിന്റെ dwelling place. അപ്പൊ ആ വെള്ളത്തിൽ താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രത്യേകതകളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡാപ്റ്റേഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ ഒന്നുകൂടെ പറയാം. അതിന്റെ മലയാളം ഡെഫിനിഷൻ എന്താണ്? ഒരു ജീവിക്ക്, ഏത് ജീവിയാണെങ്കിലും, ഇപ്പൊ നമ്മൾ ഒരു മങ്കിക്ക് മരത്തിൽ താമസിക്കാൻ കഴിയും, ഒരു ബനിയൻ ട്രീയിൽ താമസിക്കാൻ പറ്റും അല്ലെ. എന്നാൽ മങ്കിക്ക് പോണ്ടിൽ താമസിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം വെള്ളത്തിൽ കഴിയാൻ തക്കവണ്ണമുള്ള അഡാപ്റ്റേഷൻസ് ഒന്നും മങ്കിക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഏതൊരു ജീവിക്കാണെങ്കിലും അതിന്റെ വാസസ്ഥലത്ത്, അതിന്റെ dwelling പ്ലേസിൽ ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ, പെക്യുലാരിറ്റീസ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡാപ്റ്റേഷൻ എന്ന് പറയുക. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് സ്റ്റാർ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇമ്പോർട്ടന്റ് ആണെന്നാണ്. എന്താണ് അഡാപ്റ്റേഷൻ എന്ന് എല്ലാവരും പഠിച്ചു വെക്കുക. അടുത്തത് നമ്മൾ ഇനി കുറേ ജീവികളുടെ അഡാപ്റ്റേഷൻസ് ആണ് നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഫിഷിന്റെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിഷിനെ കുറിച്ചാണ് അല്ലെ, മീനിനെ കുറിച്ചല്ലേ പറയണത്. അപ്പൊ നമ്മൾ ഫിഷിന്റെ അഡാപ്റ്റേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അഡാപ്റ്റേഷൻസ് ഓഫ് എ ഫിഷ്. First one, fish have gills that allow them to breathe in water. അപ്പൊ ഫിഷിന് എന്തുണ്ട്? ഗിൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഫിഷിന് ഗിൽസ് ഉണ്ട്. ഗിൽസ് ചെകിള എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ അത് ഗിൽസിന് എന്ത് സഹായിക്കുന്നു? ഫിഷിന് വാട്ടറിൽ, വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നത് ഗിൽസ് ഉള്ളത് കൊണ്ടാണ്.
അടുത്തത് ഫിഷ് ഹാവ് സ്ട്രീം ലൈനഡ് ബോഡി ദാറ്റ് ഹെൽപ് ദം ടു മൂവ് ഇൻ വാട്ടർ. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ തോണി പോലെ രൂപമാണെന്ന് പറഞ്ഞത്, അതിന്റെ ഷേപ്പാണ് സ്ട്രീം ലൈനഡ് ബോഡി എന്ന് പറഞ്ഞത്. ആ ശരീരാകൃതിയാണ് ഫിഷിന് വെള്ളത്തിലൂടെ നീങ്ങാൻ സഹായിക്കുന്നത്. അടുത്തത് ഫിഷ് ഹാവ് fins that help them to swim in water. അപ്പൊ മീനിന് എന്തുണ്ട്, സൈഡിലായിട്ട് ചെറിയ ചിറകുകൾ ഉണ്ട് അല്ലെ, നമ്മൾ പറയുന്നതാണ് ഫിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിൻസ് ആണ് എന്തിനു സഹായിക്കുന്നത്, വെള്ളത്തിൽ നീന്താൻ, ഫിഷിനെ നീന്താൻ സഹായിക്കുന്നത് ഫിൻസ് ആണ്. അപ്പൊ ഈ അഡാപ്റ്റേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഫിഷിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വാട്ടറിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, താമസിക്കാൻ പറ്റുന്നത് അല്ലെ, വാട്ടറിൽ ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഷിന്റെ അഡാപ്റ്റേഷൻസ് പഠിച്ചു വെക്കുക. അടുത്തത് നെക്സ്റ്റ് പേജ് പേപ്പർ ഫിഷ്. പേപ്പർ ഫിഷ്. അപ്പൊ ഇവിടെ ഒരു പേപ്പർ ഫിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതായത് നമ്മളൊരു ഫിഷ് നമുക്ക് പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ പല ഗ്രാഫ്റ്റുകൾ ചെയ്യുന്നതല്ലേ. അപ്പൊ അതെങ്ങനെയാണ് ഒരു മീനിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ മോഡൽ ഓഫ് എ ഫിഷ് മെയ്ഡ് ഓഫ് പേപ്പർ ബൈ ലീന. Can you try making this yourself? Look carefully at the patterns below and follow the method to make a fish using paper. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, വളരെ മനോഹരമായിട്ട് ഇതുപോലെയുള്ള ഫിഷുകളൊക്കെ ഉണ്ടാക്കി, ഇങ്ങനെ പല കളർ പേപ്പറുകളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കി, നല്ല രസം ഉണ്ടാവും അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പേപ്പർ ഉപയോഗിച്ചിട്ട് മീൻ ഉണ്ടാക്കുക, ഫിഷ് ഉണ്ടാക്കുക. നമുക്ക് പേപ്പർ ഉപയോഗിച്ച് തോണിയൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ, അതുപോലെ പേപ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫിഷ് ഉണ്ടാക്കാന്ന് ഇവിടെ ഇത് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരും നല്ല അടിപൊളി ഫിഷ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഹാബിറ്റേറ്റ്. ഓക്കെ, ഹാബിറ്റേറ്റ്. Observe a pond and a paddy field in your locality with the help of elders. What plants and animals did you notice there? List out their names. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യാൻ പറയുന്നത്, നിങ്ങളുടെ പ്രദേശത്തുള്ള പോണ്ടും പാഡി ഫീൽഡൊക്കെ ഒബ്സർവ് ചെയ്യാൻ, അതൊക്കെ നിരീക്ഷിക്കാനാണ് പറയുന്നത്. അപ്പൊ പോണ്ട് എന്ന് വെച്ചാൽ അറിയില്ലേ, കുളം അല്ലേ. പാഡി ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ, വയല്. അപ്പൊ അവിടെയൊക്കെ പോയി നോക്കാനാണ് പറയുന്നത്, ഒറ്റയ്ക്ക് പോയി നോക്കാനല്ലാട്ടോ പറയുന്നത്. എൽഡേഴ്സ്, മുതിർന്നവരുടെ സഹായത്തോടു കൂടെ പോയി ഒബ്സർവ് ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പോയി നോക്കാൻ പറയുന്നത്, വെറുതെ പോയി നിൽക്കാനാണോ? അല്ല. എന്ത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്, വാട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് യു നോട്ടീസ് ദർ. അവിടെ പോയിട്ട്, അതായത് നമ്മുടെ കുളത്തിലും വയലിലൊക്കെ കാണുന്ന സസ്യങ്ങൾ, പ്ലാന്റ്സും അതുപോലെ ഏതൊക്കെ ജീവികളുണ്ട് അവിടെ, ഈ പോൺസിലും പാഡി ഫീൽഡിലൊക്കെ ഏതൊക്കെ അനിമൽസ് ഒക്കെയാണ് ജീവിക്കുന്നത്, അവയുടെ പേര് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എവിടുത്തെ എഴുതാം, നമുക്ക് പാഡി ഫീൽഡും ആണ് നോക്കേണ്ടത്. പോണ്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം നെയിംസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ പ്ലാന്റ്സും അനിമൽസും ആയിരിക്കും നമുക്ക് പാഡി ഫീൽഡിൽ, വയലിൽ കാണാൻ കഴിയുക. പാഡി ഫീൽഡിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നിറയെ പുല്ലൊക്കെ ഉണ്ടാവും അല്ലെ. ഗ്രാസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് അല്ലേ, ഗ്രാസ്. പിന്നെ എന്തുണ്ടാവും, പാഡി ഉണ്ടാവും, പിന്നെ എർത്ത് വേം ഒക്കെ ഉണ്ടാവും അല്ലെ, മണ്ണിരയൊക്കെ ഉണ്ടാവും. പാടമല്ലേ, പാടത്തിലൊക്കെ നിറയെ മണ്ണിരയൊക്കെ ഉണ്ടാവും. അതുപോലെ വേം, സാധാ പുഴുക്കളൊക്കെ ഉണ്ടാവും. ക്രാപ്പ്, അതായത് ക്രാപ്പ് എന്ന് വെച്ചാൽ എന്താ, ഞണ്ട് ഉണ്ടാവും, തവളകൾ ഉണ്ടാവും. ഇനിയും ഒരുപാട് അനിമൽസും പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ആ പേരുകൾ കൂടെ ആഡ് ചെയ്യുക, എഴുതി ചേർക്കുക. നെക്സ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്തത് പോണ്ടിലാണ്. പോണ്ടിൽ എന്തൊക്കെ അനിമൽസും പ്ലാന്റ്സും നമ്മൾ കണ്ടു, ഫിഷ് ഉണ്ട്, ഫ്രോഗ്, ലോട്ടസ് എന്ന് വെച്ചാൽ താമര, വാട്ടർ ലില്ലി എന്ന് വെച്ചാൽ ആമ്പലാണ്, ആമ്പൽപ്പൂ. പിന്നെ ടോർട്ടോയ്സ് അറിയാലോ, ആമ അല്ലെ. അപ്പൊ ഇനിയും ഒരുപാട്, നമ്മൾ കുറച്ച് ഒരു 5 മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി ഒരുപാട് പ്ലാന്റ്സും അനിമൽസും നമുക്ക് കാണാൻ കഴിയും പോണ്ടിലൊക്കെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ഇതിന്റെ കൂടെ എഴുതി ചേർക്കുക. അടുത്തത് നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. നമുക്ക് നോക്കാം എന്ത് ടേബിൾ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ വിത്ത് ദ ഓർഗാനിസം ദാറ്റ് ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അതായത് എന്ത് ചെയ്യാനാണ് പറയുന്നത്, വാട്ടറിൽ മാത്രം, ലീവ് ഓൺ ലാൻഡ് എന്ന് വെച്ചാൽ കരയിൽ മാത്രം മാത്രം വസിക്കുന്ന എന്തിനെ കുറിച്ച് എഴുതാനാണ് പറയണത്, ജീവികൾ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കുറിച്ച് എഴുതാനും. അതേപോലെ വാട്ടറിൽ മാത്രം കാണുന്ന അല്ലെ, വാട്ടറിൽ മാത്രം ജീവിക്കുന്ന പ്ലാന്റ്സോ അല്ലെങ്കിൽ അനിമൽസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, ലാൻഡിലും വാട്ടറിലും, ലീവ് ഓൺ ലാൻഡിൽ കാണുന്ന പ്ലാന്റ്സോ അല്ലെങ്കിൽ അനിമൽസിന്റെ പേരിവിടെ എഴുതി ചേർക്കുക. അതുപോലെ വാട്ടറിൽ കാണുന്ന പ്ലാന്റ്സ് ഓർ അനിമൽസിന്റെ പേരുകൾ ഇവിടെ എഴുതി ചേർക്കുക. അപ്പൊ നമുക്ക് ആദ്യം ലിവിങ് ഓൺ ലാൻഡ് എഴുതാം. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ബനിയൻ ട്രീ ആണ് അല്ലെ. ബനിയൻ ട്രീ എന്ന് വെച്ചാൽ അറിയാം എല്ലാവർക്കും, ആൽമരമാണ്. അപ്പൊ ആൽമരം വാട്ടറിൽ വളരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുളത്തിൽ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ വളരുമോ, അല്ലെങ്കിൽ ഒരു പോണ്ടോ അല്ലെങ്കിൽ റിവറിന്റെ ഉള്ളിലോ ഒക്കെ വളർന്ന ചെടിയാണോ അല്ലെങ്കിൽ മരമാണോ നമ്മുടെ ബനിയൻ ട്രീ? അല്ല. അതിനടുത്തത് മംഗൂസ് എന്ന് വെച്ചാൽ കീരിയാണ്. കീരിയും എന്താണ്, കരയിൽ വസിക്കുന്നതാണ് അല്ലെ, ലാൻഡിൽ ജീവിക്കുന്നതാണ്. അടുത്തത് കൗവ്, പിന്നെ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യർ അല്ലെ. അടുത്തത് ക്രെയിൻ എന്ന് വെച്ചാൽ
നമ്മൾ എന്താണ് കൊറ്റി അല്ലെങ്കിൽ കൊക്ക് എന്ന് പറയും. അല്ലാതെ വാട്ടറിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളൊരു ബേർഡ് അല്ലേ. അപ്പൊ നമ്മൾ വാട്ടറിൽ നമ്മൾ വാട്ടർ ലില്ലി, ഫ്രോഗ് എഴുതി നമുക്ക് ക്രെയിൻ വേണമെങ്കിൽ വാട്ടറിലും എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് ലാൻഡിൽ കാണുന്ന ഏതെങ്കിലും ഇപ്പൊ കവ്, ഹ്യൂമൻ ബീങ്സ്, ഡോഗ്, ക്രോ, അങ്ങനെ ഏത് വേണമെങ്കിൽ ലാൻഡിൽ കാണുന്ന നമുക്ക് ഇവിടെ എഴുതാം. അതുപോലെ അടുത്ത വാട്ടറിൽ നമുക്ക് ലിവിങ് ഇൻ വാട്ടറിൽ എന്തൊക്കെ എഴുതാം? വാട്ടർ ലില്ലി എഴുതിയിട്ടുണ്ട്. വാട്ടർ ലില്ലി എന്ന് വെച്ചാൽ ആമ്പല്, ഫ്രോഗ് തവള എഴുതിയിട്ടുണ്ട്. പിന്നെ ലോട്ടസ്, ടോർട്ടോയ്സ്, ഫിഷ്, ഇതെല്ലാം നമുക്ക് എന്ത് എഴുതാം? ലിവിങ് ഇൻ വാട്ടറിൽ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ദ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ലിവ് ഇൻ വാട്ടർ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ആമ്പൽപ്പൂവും താമരയും എവിടെയാണ് വളരുന്നത്? വെള്ളത്തിൽ വളരുന്നതാണ് അല്ലെ. അതേസമയം റോസും അതേപോലെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ എങ്ങനെയാണ്? വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് ആണോ? അല്ല. അത് നമ്മൾ വെള്ളത്തിൽ ഒരുപാട് ദിവസം വെള്ളത്തിലിട്ട് പോയി എന്ത് സംഭവിക്കും? ആ ചെടികൾ ചീഞ്ഞു പോവും, അഴുകിപ്പോവും അല്ലെ. പക്ഷെ നമ്മുടെ വാട്ടർ ലില്ലിയും ലോട്ടസും വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ ആ ചെടികൾക്ക് ജീവിക്കാൻ കഴിയില്ല. What adaptations help them to survive in water? Discuss and write them down in your environment diary. അപ്പൊ എന്താ എഴുതാൻ പറയുന്നത്? എന്താ ചെയ്യാൻ പറയുന്നത്? അതായത് നമുക്ക് എന്ത് ചെയ്യാനാണ് പറയുന്നത്? വെള്ളത്തില് വളരുന്ന ഈ പ്ലാന്റ്സ്, അതായത് നമ്മുടെ വാട്ടർ ലില്ലിന്റെയും ലോട്ടസിന്റെയും അഡാപ്റ്റേഷൻ, അതിന് വെള്ളത്തിൽ ജീവിക്കാൻ സഹായമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, ദേ ഡോണ്ട് ഡീകേ ഇൻ വാട്ടർ. വെള്ളത്തിൽ വെള്ളത്തിൽ എന്ത് ചെയ്യില്ല? ഈ ചെടികളൊന്നും അഴുകിപ്പോവില്ല അല്ലെങ്കിൽ ചീഞ്ഞു പോവില്ല. പിന്നെ എന്ത് എഴുതാം നമുക്ക്? ദ ലീവ്സ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. കണ്ടിട്ടില്ലേ നിങ്ങൾ താമരയുടെയും അമ്പൽപ്പൂവിന്റെയും ഒക്കെ ഇലകൾ എങ്ങനെയാണ്? വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണോ ചെയ്യുക? അല്ലാതെ വെള്ളത്തിന് മേലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. പിന്നെ സർഫസ് ഓഫ് ലീവ്സ് ആർ കോട്ടഡ് വിത്ത് വാക്സ്. അപ്പൊ ഇതിന്റെ ഇലകളിലെല്ലാം തന്നെ ഇലകളിലൊന്നും വെള്ളം പറ്റിപ്പിടിച്ച് നിൽക്കില്ല. കാരണം ഒരു മെഴുക് രൂപത്തിലൊരു വാക്സ് എന്ന് വെച്ചാൽ മെഴുക് എന്നാണ് അർത്ഥം. നമ്മൾ മെഴുകൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം തങ്ങി നിൽക്കില്ല. അതുപോലെയാണ് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ ഇലകൾ. അപ്പൊ അതിന് സഹായമാവും. വെള്ളം ഒരുപാട് പറ്റിപ്പിടിക്കില്ല, അങ്ങനെ അത് അഴുകാതെ ഡീക്കേ ആകാതെ അങ്ങനെ നിന്നോളും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ വാട്ടർ ലില്ലിന്റെയും ലോട്ടസിന്റെ ഒക്കെ അഡാപ്റ്റേഷൻസ് ആണ്. നമ്മൾ 2 എഴുതിയിട്ടുണ്ട്. ഇനി ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കണ്ടെത്തിയിട്ട് എഴുതുക. നെക്സ്റ്റ്, ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. കരയിലും വെള്ളത്തിലും. What are the adaptations that help a tortoise to move on land and in water? നമുക്കറിയാം ടോർട്ടോയ്സിന്റെ പ്രത്യേകത എന്താണ്? ടോർട്ടോയ്സിന് ലാൻഡിലും ജീവിക്കാൻ കഴിയും, അതേപോലെ വാട്ടറിലും ജീവിക്കാൻ കഴിയും. രണ്ടിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ടോർട്ടോയ്സ്, ആമ. ഓക്കെ, അതേപോലെ ഒന്നാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. തവളയും അതേപോലെ തന്നെ അല്ലേ, ലാൻഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതേപോലെ തന്നെ വാട്ടറിലും കാണാൻ കഴിയില്ലേ. അപ്പൊ ഇവിടെ എഴുതാൻ പറയണത് നമ്മുടെ ടോർട്ടോയ്സിന്റെ ഒരു അഡാപ്റ്റേഷൻ എഴുതാനാണ് പറയുന്നത്. ടോർട്ടോയ്സിനെ കുറിച്ചിട്ട് ടോർട്ടോയ്സിന്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ 2 എഴുതിയിട്ടുണ്ട്. എന്താണ്? നമ്മുടെ സ്ലൈമി ബോഡി, അതുപോലെ ഓർ ലൈക്ക് ലെഗ്സ്. ഫസ്റ്റ് വൺ എന്താണ്? അതിന്റെ ശരീരം എങ്ങനെയാണ്? വളരെ വഴുവഴുപ്പുള്ള ശരീരമാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്, വഴുവഴുപ്പുള്ള ശരീരം. പിന്നെ എങ്ങനെയാണ്? ഓർ ലൈക്ക് ലെഗ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ കാലുകൾ, അതായത് നമ്മുടെ ആമയുടെ കാലുകളാണ് പറയുന്നത്. കാലുകൾ എങ്ങനെയാണ്? ഒരു തുഴ പോലെയുള്ള കാലുകളാണ് ആമയ്ക്ക്. ഓക്കെ, അപ്പൊ ഇനി എന്താ അഡാപ്റ്റേഷൻ നമുക്ക് എഴുതാം ആമയെ കുറിച്ചിട്ട്? സ്ട്രോങ് ആൻഡ് തിക്ക് ഔട്ടർ ഷെൽ. കണ്ടിട്ടില്ലേ? അതിന്റെ പുറംതോടിനെ കുറിച്ച് പറയുന്നത്. വളരെ സ്ട്രോങ് ആണ്, തിക്ക് ആയിട്ടുള്ള ഔട്ടർ ഷെൽ അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. അടുത്തത്, ദീസ് അഡാപ്റ്റേഷൻസ് ഹെൽപ് ദ ടോർട്ടോയ്സ് ടു ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഈ അഡാപ്റ്റേഷൻസ് ഒക്കെയാണ് നമ്മുടെ ആമയെ കരയിൽ ജീവിക്കാനും വെള്ളത്തിൽ ജീവിക്കാനും സഹായിക്കുന്നത്. ഡു ഫ്രോഗ്സ് ഓൾസോ ഹാവ് സച്ച് അഡാപ്റ്റേഷൻസ്? ആമയുടെ നമ്മൾ എഴുതിയില്ലേ, ഇതേപോലെ തവളയ്ക്കും അഡാപ്റ്റേഷൻസ് ഇല്ലേ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ട്, അഡാപ്റ്റേഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അഡാപ്റ്റേഷൻസ് ഓഫ് ഫ്രോഗ്സ്. തവളകളുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ, വെബ്ഡ് ഫീറ്റ്. തവളയുടെ കാലുകൾ കണ്ടിട്ടില്ലേ? വിരലുകളെല്ലാം ഒന്നൊന്നിത് എന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തിട്ടാണ്. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് വെബ്ഡ് ഫീറ്റ്. പിന്നെ സ്ലൈമി ബോഡി, അതിന്റെ ശരീരം വഴുവഴുപ്പുള്ള ഒരു ശരീരമായിരിക്കും. പിന്നെ റെസ്പിറേഷൻ ത്രൂ സ്കിൻ ആൻഡ് ലങ്സ്, അതായത് അതിന് സ്കിന്നിലൂടെ ശ്വസിക്കാനും ലങ്സിലൂടെ ശ്വസിക്കാനും നമ്മുടെ തവളയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് അതിന് ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഫ്രോഗ്സിന്റെ, തവളയുടെ അഡാപ്റ്റേഷൻ, 3 അഡാപ്റ്റേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത്, വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഡു യു നോ ഹാവ് അഡാപ്റ്റേഷൻസ് ടു ലിവ് on land and in water? List the creatures and their adaptations. അതായത് ഇപ്പൊ നമ്മൾ തവളയുടെയും ആമയുടെയും പറഞ്ഞു അല്ലെ. അതായത് ലാൻഡിൽ താമസിക്കാനും കരയിൽ താമസിക്കാനും വെള്ളത്തിലും താമസിക്കാനും കഴിയുന്ന 2 ജീവികളാണ് നമ്മളെ തവളയും
ആമയും. അതേപോലെ വേറെ എന്തൊക്കെ ജീവികൾ, വേറെ എന്തൊക്കെ ക്രിയേച്ചേഴ്സ് ആണ് ലാൻഡിലും വാട്ടറിലും താമസിക്കാൻ കഴിയുന്നത്? ലാൻഡിൽ ജീവിക്കാനും പറ്റും, വാട്ടറിൽ ജീവിക്കാനും പറ്റുന്ന വേറെ എന്തൊക്കെ ക്രിയേച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാം? അതിന്റെ പേരും അഡാപ്റ്റേഷൻസും എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് 2 ജീവികളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. 2 ജീവികളെ പേര് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? താറാവും മുതലയും എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ താറാവും മുതലയും ഡക്കും ക്രൊക്കഡൈലും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി തന്നു, പക്ഷെ അതിന്റെ അഡാപ്റ്റേഷൻ നമ്മൾ എഴുതണം. അപ്പൊ ആദ്യത്തെ തന്നിരിക്കുന്നത് താറാവാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. നമ്മുടെ കോളത്തില് ജീവികൾ എന്നുള്ള കോളത്തിൽ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് താറാവാണ്, അതായത് നമ്മുടെ ഡക്കാണ്. അപ്പൊ നമ്മുടെ ഡക്കിന്റെ അഡാപ്റ്റേഷൻസ് ആദ്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഡക്ക് എന്ന് പറഞ്ഞാൽ? ഡക്കിനെ അറിയില്ലേ? താറാവ് അല്ലെ. അപ്പൊ താറാവാണ് ഡക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഡക്കിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഡക്കിന്റെ പ്രത്യേകത അതിന് വെബ്ഡ് ഫീറ്റ് ഉണ്ടാവും അല്ലെ. വെബ്ഡ് ഫീറ്റ് ആണ്. വെബ്ഡ് ഫീറ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാ? അതിന്റെ വിരലുകള് പരസ്പരം യോജിച്ച രീതിയിലായിരിക്കും. അതുപോലെ ഓയിലി ഫെതേഴ്സ് ആയിരിക്കും. ഓയിലി ഫെതേഴ്സ്, അതിന്റെ ചിറകുകളിൽ എന്തുണ്ടാവും? ഒരു അധികം വെള്ളം ഒരുപാട് തട്ടാത്ത രീതിയിൽ ഓയിലി ഫെതേഴ്സ് ആയിരിക്കും. അതുപോലെ ഫ്ലാറ്റ് പീക്സ് ടു കളക്ട് ഫുഡ്സ് ഫ്രം വാട്ടർ ആൻഡ് മഡ്. അതുപോലെ അതിന്റെ കൊക്ക് എങ്ങനെയുള്ളതായിരിക്കും? കൂടുതലായിട്ടും നമ്മുടെ താറാവ്ക്ക് ചളിയിലും വെള്ളത്തിലും ആയിരിക്കും ഫുഡ് എടുക്കുക. അവിടെ നിന്നൊക്കെ ആയിരിക്കും അത് ഫുഡ് കളക്ട് ചെയ്യുക. അപ്പൊ അതിന് മഡിന്നും ചളിയിന്നും വെള്ളത്തിൽ നിന്നൊക്കെ ഫുഡ് എടുക്കാതെ ഈ ചെറുജീവികളെയും മീനിനെയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുജീവികളെയും പ്രാണികളെയും പുഴുക്കളെയൊക്കെ നമ്മൾ ഡക്ക് കഴിക്കുക. അപ്പൊ അതൊക്കെ എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൊക്കായിരിക്കും ഡക്കിനുള്ളത്. അടുത്തത് ക്രൊക്കഡൈലാണ്. ക്രൊക്കഡൈൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ? മുതല അല്ലെ. അപ്പൊ ക്രൊക്കഡൈലിന്റെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്? ക്രൊക്കഡൈലിന്റെ അഡാപ്റ്റേഷൻ ഷാർപ്പ് ടീത്ത് ആയിരിക്കും. ഷാർപ്പ് ടീത്ത് എന്ന് വെച്ചാൽ എന്താണ്? അതിന് നല്ല മൂർച്ചയേറിയ പല്ലുകളാണ്. സ്കേലഡ് ബോഡി, ശരീരത്തിന്റെ ആകൃതിയാണ് പറയണത്. മുതലയുടെ ശരീരാകൃതി സ്കേലഡ് ബോഡിയാണ്. ലോങ് ലെഗ്സ്, അതിന്റെ കാല് അത്യാവശ്യം കുറച്ച് നീളമുള്ള കാലുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ പറ്റുന്നത്. അടുത്ത മൂന്നാമത്തെ നമ്മൾ എഴുതിയത് ക്രെയിൻ ആണ്. ക്രെയിനും ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ പറ്റുന്ന ഒരു ബേർഡ് ആണ് ക്രെയിൻ. ക്രെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എന്താ മലയാളത്തിൽ പറയുക ക്രെയിനെ? കൊക്ക് എന്ന് പറയും അല്ലെ. കൊക്ക് അല്ലെങ്കിൽ കൊറ്റി എന്നൊക്കെ പറയും ക്രെയിനെ. അപ്പൊ ക്രെയിനിന്റെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്? ലോങ് നെക്കാണ്, ലോങ് ലെഗ്സ് കാലുകളാണ്, ലോങ് ആൻഡ് പോയിന്റഡ് പീക്ക്, കൊക്ക് നീളമേറിയ പോയിന്റഡ് ആയിട്ടുള്ള പീക്കാണ് ക്രെയിനിന്റെ. ഓക്കെ, അപ്പൊ ഇത് ക്രെയിനിന്റെ അഡാപ്റ്റേഷൻസ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പാർട്ട് 1 ക്ലാസ്സിലുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് എല്ലാം ഉള്ളത് പാർട്ട് 2ലാണ്. അപ്പൊ നമ്മൾ പാർട്ട് 2 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ പാർട്ട് 1 കണ്ടതിന് ശേഷം എല്ലാവരും പാർട്ട് 2 കാണുക. അതേപോലെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.